അതെ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്ന് ആർത്തിച്ചിരിക്കാനോ അല്ലെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് നിൽക്കാനോ സമൂഹത്തിൽ പറ്റാത്ത അവസ്ഥ ചില സമയങ്ങളിൽ കാക്ക പറയും. കാക്ക എന്താ കാക്കാനെ പ്രശ്നം കാക്കാൻ ആരെ സമാധാനം കെടുത്തിയത്? കാക്ക പറയും. കാക്ക. എന്താണ് സിനിമന്റെ പേര്? വാഴ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള സ്റ്റിക്കർ കൊട്ടിച്ചാൽ ആ കാറിൽ സിനിമ പോണ കാലാണ്. ഒരാൾ കൊത്തുന്ന ചിരിച്ചാണ് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ സിനിമകളിൽ നിന്ന് ചിരിച്ച ഓട്ടം കിട്ടിയോ? കിട്ടിയോ? എന്താണ് സിനിമന്റെ പേര്? അപ്പൊ അതാണ് പ്രശ്നം. ഉസ്താദ് വയത് പറഞ്ഞത് കാക്കാക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് കാക്കാന്റെ വിഷയം പറയും. സംഭവം വാഴ 2 കാണാൻ പോയിട്ട് അവിടെ ആമീൻ പറഞ്ഞത് ഉസ്താദിന് പറ്റിയിട്ടില്ല എന്നുള്ളത്. മുസ്ലിമാണാ? ഇസ്ലാമിൽ വിശ്വാസം ഉണ്ടാ? എന്നാ പിന്നെ നിങ്ങൾ ഈ വർത്താനം പറയാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ഉസ്താദിന്റെ വയലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഇസ്ലാമിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ ഉണ്ട്. അത് പാലിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. എന്നിട്ട് ബാക്കി കാക്കാന്റെ വിഷയം പറയും. ഉസ്താദേ, നമ്മൾ കുറച്ചൊന്നും ഇവിടെ നിന്ന് പോയി സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുട്ടുമുറി പോയിട്ട് ഒന്ന് ചിരിക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആട്ടെ. നിങ്ങൾ ഇരുട്ടുമുറിയിലോ വെളിച്ചത്തിലോ റിലാക്സ് ആവേ, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, ആനന്ദിക്കുക, എന്ത് വേണം ആയിക്കോളി. ഇസ്ലാമിൽ തെറ്റ് ചെയ്യുമ്പോൾ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ഒരേ ഘടനയിലാണെന്ന് മനസ്സിലാക്കരുത്. രഹസ്യമായി ചെയ്യുന്ന തെറ്റിലേറെ അപ്പുറമാണ് ചെയ്ത തെറ്റുകൾ പരസ്യപ്പെടുത്തുക എന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ സാധ്യതയുള്ള ഒരു കാര്യം കൂടെയാണത്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ കുറച്ച് ചിലപ്പോൾ ഒരു മെന്റലി നോക്കിയോ ഇത് തന്നെയാണ് കള്ളുടേമാരും പറയല്ലേ, മെന്റലി ഒന്ന് നോക്കിയാകും. ഇതേ കാര്യം തന്നെയാണ് കഞ്ചാവ് അടിക്കണവനും MDM വെക്കണവനും വ്യഭിചരിക്കണവനും ഒക്കെ പറഞ്ഞതാണ്. എന്ത് മെന്റലി ഒന്ന് ഓക്കെ ആവാൻ. ഇസ്ലാമിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ടല്ല സഹോ മെന്റലി ഓക്കെ ആവേണ്ടത്. ഒരുപാട് ഹലാലായ കാര്യങ്ങളുണ്ട്, അതിലാണ് മെന്റലി ഓക്കെ ആവാൻ കണ്ടെത്തേണ്ടത്. എന്നിട്ട് ശ്രദ്ധിക്കും. ശ്രദ്ധിക്കും. കാരണം ഇതൊന്നും ഒരു സംഭവമാക്കാനുള്ള കാര്യമല്ല. കാരണം ഇവനെ പോലെ ജഹാലത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ജാഹിലീങ്ങൾ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് ഉസ്താദെ ശ്രദ്ധിക്ക്. എന്റെ കുട്ടിയെ ഒരാമീൻ അവിടുന്നെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ. എവിടുന്നാ പറഞ്ഞേ അത് നോക്കണം ഞമ്മള്. 2-2.5 മണിക്കൂറത്തെ പരിപാടി കഴിഞ്ഞ എന്റെ റബ്ബേ, ഉസ്താദ് 2-2.5 മണിക്കൂറത്തെ പരിപാടിയിലുള്ളൂ. കള്ളുടേനെ കെട്ടിറങ്ങണവർ വരെയല്ലുള്ളൂ, കഞ്ചാവ് അടിച്ചോ കിക്ക് കിടന്ന് വരെയല്ലുള്ളൂ. ഇത്ര വലിയ സംഭവമാക്കണോ? ഇതൊക്കെ ഇവിടെ നടക്കണല്ലേ. ചെയ്തതോ തെറ്റ്, എന്നിട്ട് പിന്നെ ആ തെറ്റിനെ ന്യായീകരിക്കൂടെ ചെയ്യുക. ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുക എന്നത് ധിക്കരിക്കലാണ്. ആ ധിക്കാരം കൊണ്ട് കുഫറിലേക്ക് എത്തിത്തീരുന്നതാണ്. പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ആരെങ്കിലും ഒരാളോട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുന്ന സമയത്ത് അവൻ ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി അത് ഉൾക്കൊള്ളാനുള്ള മനോഭാവം അവന്റെ ഉള്ളിലുണ്ട് എങ്കിൽ അവൻ ഈമാനോട് കൂടെ മരിക്കുന്നതാണ്. ഇനി അതല്ല, അവന്റെ ഉള്ളിൽ അതിനോടൊരു വിദ്വേഷം, ഒരു വൈരാഗ്യമൊക്കെയാണ് എങ്കിൽ ടെൻഷൻ ആവണ്ട, ഈമാൻ കിട്ടാതെ മരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈമാനോട് കൂടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.